സായിരാം. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തർശൗചയജ്ഞത്തിന്റെ 362 ഭാഗത്ത് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി അനൗൺസ് ചെയ്യുന്നത് ശ്രീ ലക്ഷ്മൺ മാസാണ്. നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശിവപ്രസാദാണ്. നമുക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവം പങ്കുവയ്ക്കുന്നതും ഗായത്രി ടീച്ചർ കാസർഗോഡ് നിന്നാണ്. അപ്പൊ മാഷെ, കൃഷ്ണ മാഷെ, ഗായത്രി മാസ്റ്റർ. ഓക്കെ. ഓം ശ്രീ സായിരാം. ഇന്ന് അന്തർശൗചയജ്ഞത്തിൻ്റെ 362 ദിവസമാണ്. സായിവാണി വായിക്കുന്നതും അനുഭവങ്ങൾ വിവരിക്കുന്നതും ഭജന പാടുന്നതും ശ്രീമതി ഗായത്രി ടീച്ചറാണ്. അവരെ സ്നേഹത്തോടെ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. 3 ഓങ്കാരവും 3 പ്രാവശ്യം സായി ഗായത്രിയും ജപിച്ചതിന് ശേഷം സായിവാണി ഒരു 10 മിനിറ്റോളം വായിക്കുക. പിന്നീട് 10-12 മിനിറ്റ് ഭഗവാൻ നൽകിയ അനുഗ്രഹത്തിൻ്റെ അനുഭവം പങ്കുവെക്കണം. പിന്നീട് സ്വാമിയുടെ പ്രഭാഷണം കഴിഞ്ഞ് ഭജന പാടണം. അപ്പോൾ ഗായത്രി ടീച്ചർ തുടങ്ങിക്കോളൂ. എല്ലാവരെയും അന്തർശൗചയജ്ഞത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. സായിരാം. നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടാ, അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. അൺമ്യൂട്ടാ. സായേശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായേശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായേശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. അവതാരവാണി. ഓരോ കർമ്മവും പ്രേമനിർഭരമാക്കൂ. അഹങ്കാരം വെടിഞ്ഞാൽ നിങ്ങളെല്ലാവർക്കും പ്രിയപ്പെട്ടവരാകും. കോപത്തെ ജയിച്ചാൽ നിങ്ങൾ പരിഭ്രമങ്ങളിൽ നിന്നും മുക്തരാകും. ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനായാൽ നിങ്ങൾ ഐശ്വര്യവാനായി മാറും. ലോഭത്തെ ജയിക്കുമ്പോൾ നിങ്ങൾ സന്തോഷം നേടും. സംസ്കൃതം കവിതയുടെ സാരം. പ്രേമസ്വരൂപരെ, എത്ര കാലം അഹങ്കാരിയും ഗർവിഷ്ഠനുമായി കഴിയുന്നുവോ അത്ര കാലം അയാളെ സ്നേഹിക്കാൻ ആരും ഉണ്ടാകില്ല, ഭാര്യയും മക്കളും പോലും. അവർ സ്നേഹിക്കുന്നത് പോലെ നടിച്ചേക്കും, പക്ഷേ അത് ശരിയായ സ്നേഹമല്ല. കാരണം അഹങ്കാരവും ഡംഭും സ്നേഹത്തിന്റെ പാതയിൽ തടസ്സങ്ങളാണ്. എത്ര കാലം ഒരുവനിൽ കോപം ഉണ്ടോ അത്രയും കാലം അവന് ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടാനാവില്ല. ദുരിതം അകലണമോ ശാന്തി വേണമോ എങ്കിൽ കോപം ഉപേക്ഷിക്കുക തന്നെ വേണം. ആഗ്രഹങ്ങൾ പേറി നടക്കുന്ന ഒരുവന് ഒരിക്കലും സന്തോഷം നേടാനാവില്ല.
കുറഞ്ഞ ഭാരം, യാത്ര കൂടുതൽ സുഖകരം. ഈ ജീവിതയാത്രയിൽ ആഗ്രഹങ്ങളാണ് നിങ്ങളുടെ ലഗേജുകൾ. സുഖപ്രദമായ ജീവിതം നയിക്കുന്നതിനായി ഈ ഭാരം കുറയ്ക്കുക തന്നെ വേണം. ലോഭിയായ ഒരുവന് ഒരിക്കലും നല്ല കാലം ഉണ്ടാകുകയില്ല. ലോഭം ഉപേക്ഷിക്കുന്ന നാളിലെ അവൻ സന്തുഷ്ടനാകൂ, അഭിവൃദ്ധിപ്പെടൂ, ആനന്ദവാനാകൂ. ലോകക്ഷേമം മനുഷ്യന്റെ ചിന്തയെയും കർമ്മത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഇന്ന് പുതുയുഗം ആരംഭിക്കുന്ന ദിനം. ഇത്തരം വളരെയധികം പുതുവർഷങ്ങൾ വന്നു കടന്നുപോയി. പുതുവർഷം തനിക്കും ലോകത്തിനാകമാനവും ശാന്തി, സന്തോഷം, ഐശ്വര്യം എന്നിവ നൽകുമെന്ന് മനുഷ്യൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ മനുഷ്യന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമാണ് ലോകക്ഷേമം നിലനിൽക്കുന്നത്. മനുഷ്യന്റെ സ്വഭാവം അവന്റെ മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. മനസ്സിന്റെ പ്രകൃതം ചിന്തയ്ക്കനുസരിച്ച്. ചിന്ത സത്യത്തിൽ അധിഷ്ഠിതമാകുമ്പോഴാണ് ലോകം സമൃദ്ധമാകുക. ലോകക്ഷേമം കാക്ഷിക്കുന്ന ഒരാൾ തൻ്റെ ചിന്തയും പ്രവൃത്തികളും അതിനനുസരിച്ചാണോ എന്ന് ശ്രദ്ധിക്കണം. നന്മ തിന്മകളും സുഖദുഃഖങ്ങളും പുണ്യപാപങ്ങളും മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. എങ്ങനെയാണോ പ്രവൃത്തി, ഫലം അതിനനുസരിച്ചായിരിക്കും. പക്ഷേ മനുഷ്യൻ ഇന്ന് കർമ്മ നിയമങ്ങളെ അവഗണിക്കുന്നു, തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നു. പാപകർമ്മങ്ങളിൽ മുഴുകുക വളരെ എളുപ്പമാണ്. പക്ഷേ അവ നൽകുന്ന ഫലം സഹിക്കുക അത്യന്തം ക്ലേശകരം. ഉപനിഷത്ത് അരുളുന്നു, തസ്മൈ നമ കർമ്മണേ, കർമ്മത്തിനായി നമസ്കാരം. ആദ്യമേ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന് പ്രണാമങ്ങൾ അർപ്പിക്കുക. അപ്പോഴേ കർമ്മങ്ങൾ പവിത്രമാകൂ. നിങ്ങൾക്ക് അത് സത്കീർത്തി നേടിത്തരും, ലോകക്ഷേമത്തിന് വഴിതെളിക്കും. ഇതാണ് ഭാരത സംസ്കാരത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ ഒന്ന്. ചെറുതായാലും വലുതായാലും ഒരു കർമ്മം ഏറ്റെടുക്കുന്നതിനു മുമ്പേ അതിനെ ആദരപൂർവം പ്രണമിക്കുമായിരുന്നു ഭാരതത്തിൽ. ചരിത്രാതീത കാലം മുതലേ ഇവിടെ അങ്ങനെയായിരുന്നു. നൃത്തത്തിനു മുമ്പേ നർത്തകി താൻ അണിയാൻ പോകുന്ന കാൽച്ചിലമ്പുകളെ വന്ദിക്കുന്നു. തബല വായിക്കുന്നവരും ആദ്യമേ തന്നെ അത് തൊട്ടു വന്ദിക്കുന്നു. അഭ്യസ്ത വിദ്യർ മാത്രമല്ല ഇങ്ങനെ ചെയ്യാറ്. പഠിപ്പൊന്നുമില്ലാത്ത ലോറി ഡ്രൈവർ പോലും വണ്ടി സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പേ സ്റ്റിയറിംഗിൽ തൊട്ട് വന്ദിക്കും. കർമ്മങ്ങൾക്ക് നമ്മുടെ സംസ്കാരം നൽകിയിട്ടുള്ള പവിത്രത ഇതാണ്. ആദ്യം നിങ്ങൾ ചെയ്യുവാൻ പോകുന്ന കർമ്മത്തെ നമസ്കരിക്കുന്നു. എന്താണ് നമസ്കാരം? ഞാൻ എന്നുള്ള അഹംഭാവം ഉപേക്ഷിക്കുന്നതാണത്. പക്ഷേ ഇന്ന് ആ പുരാതന സംസ്കാരം മറന്നിരിക്കുന്നു. മനുഷ്യൻ തൻ്റെ ചാപല്യങ്ങൾക്കും ഭ്രമത്തിനും അനുസരിച്ച് പ്രവർത്തിക്കുന്നു. പരിണിത ഫലമായി കടുത്ത ദുരിതങ്ങൾക്ക് അവൻ ഇരയാകുന്നു. സ്വന്തം ദുഷ്പ്രവർത്തികളുടെ ഫലം നേരിടുമ്പോൾ മനുഷ്യന് ജീവിതം ദുരിതപൂർണമായി തോന്നും. പക്ഷേ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപ് അത് നല്ലതോ ചീത്തയോ എന്ന് അന്വേഷിക്കുന്നതിൽ അവൻ ശ്രദ്ധിക്കുന്നില്ല. എന്തു ചെയ്യുന്നതിന് മുൻപും നിങ്ങൾ വിവേചനാശക്തി നന്നായി ഉപയോഗിക്കണം. ഒരിക്കലും തിടുക്കമരുത്. തിടുക്കം നൽകുന്നത് പാഴ്ചിലവ് പരിഭ്രമത്തിന് വഴിയൊരുക്കും. അതിനാൽ തിടുക്കമരുത്. സ്വന്തം പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് മനുഷ്യൻ സുഖവും ദുഃഖവും നേടുന്നത്. പുതുവർഷം സുഖമോ ദുരിതമോ കൊണ്ടുവരുന്നില്ല. മനുഷ്യൻ തൻ്റെ കർമ്മഫലങ്ങളെ നേരിടുന്നു. അതിനാൽ അവൻ ധാർമ്മിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. അതായത് മറ്റുള്ളവർക്ക് പ്രയോജനം കിട്ടുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടുക. സായിറാം 14/4/2001 ഭഗവാൻ നൽകിയ ദിവ്യ പ്രഭാഷണത്തിന്റെ ഒരു ഭാഗം. സായിറാം.
സായിരാം, വളരെ വ്യക്തമായിട്ടും സാവധാനത്തിലും വായിച്ചു. ഇനി നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുള്ളൂ. സായിരാം. സായിരാം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശതകോടി പ്രണാമം. എല്ലാ സായി സഹോദരീ സഹോദരന്മാർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സായിരാം. അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ മുന്നിൽ ഓടിയെത്തുന്നത് ബാലവികാസം മാത്രമാണ്. ബാലവികാസിലൂടെയാണ് ഞാൻ ഭഗവാനിൽ, സംഘടനയിൽ എത്തിച്ചേർന്നത്. എൻ്റെ 6ാം ക്ലാസ്സിൽ, അതായത് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കുടുംബ വീട്ടിൽ നിന്നും മാറി വേറൊരു വീട്ടിലേക്ക് എത്തിയത്. അവിടെ അടുത്താണ് എൻ്റെ ബാലവികാസ് ഗുരുവായ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ സാറ്, നമ്മൾ പ്രഭാകരേട്ടൻ എന്ന് വിളിക്കും, അവരുടെ വീട്ടിനടുത്തായിരുന്നു നമ്മൾ വീട് വച്ചെത്തിയത്. അപ്പം അവരുടെ അമ്മ ശ്യാമളമ്മ, നമ്മൾ ശ്യാമളേട്ടി എന്ന് വിളിക്കും, അവർ ഒരു ദിവസം എനിക്ക് ഭഗവാന്റെ ഒരു ഫോട്ടോയും ഭഗവാന്റെ പടമുള്ള 100 പേജ് നോട്ട് ബുക്കും ഒരു പേനയും തന്ന് ഞായറാഴ്ച ഇവിടെ ഒരു ക്ലാസ് ഉണ്ട്, അതിന് വരണം എന്ന് പറഞ്ഞു. വളരെ സന്തോഷമായി. കാരണം കുഞ്ഞുനാളിലെ പുരാണ കാര്യങ്ങളിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടുകാർ ആധ്യാത്മികമായി കുറച്ച് ഉയർന്ന തലത്തിലുള്ളവരായിരുന്നു. അതുകൊണ്ടായിരിക്കണം നാമം ചൊല്ലുക എന്നതൊക്കെ കുഞ്ഞുനാളിലെ ശീലമായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള പുരാണ കഥകളൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ നല്ല സന്തോഷമായി പോവാൻ. അങ്ങനെ ബാലവികാസിൽ എത്തി ഭഗവാന്റെ ആ പാതയിലേക്ക്. കൃഷ്ണന്റെ നാമങ്ങളെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടായിരിക്കണം ശ്യാമളേട്ടി തന്ന ഭഗവാന്റെ ഫോട്ടോയിൽ കൃഷ്ണന്റെ വിഗ്രഹവും ചേർത്ത് പിടിച്ചിരിക്കുന്ന ഫോട്ടോ ആയിരുന്നു എനിക്ക് കിട്ടിയത്. അന്ന് തന്നെ എന്നിൽ എന്തോ ഒരു മാറ്റം ഉണ്ടായതുപോലെ എനിക്ക് തോന്നിയിരുന്നു. ബാലവികാസിലൂടെ ഒരുപാട് മൂല്യങ്ങൾ, സത്യസന്ധത, അനുസരണ, വിനയം തുടങ്ങിയ ഒരുപാട് കഥകളും സ്തോത്രങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ ഭഗവത്ഗീത, അതാണ് എന്നെ ഭഗവാനിലേക്ക് എത്തിച്ച കാര്യം. സെക്കൻഡ് ഗ്രൂപ്പിൽ നമ്മൾക്ക് 15-16 അധ്യായങ്ങളും കുറെ സെലക്റ്റഡ് ശ്ലോകാസും പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പ്രഭാകരേട്ടൻ ലീവുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബാലവികാസ് എടുക്കുമായിരുന്നു. നമ്മൾക്ക് നല്ല താല്പര്യമായിരുന്നു, വേറെ ഒരു കാര്യത്തിനും പോകാതെ അതിൽ തന്നെ ബദ്ധശ്രദ്ധരായിരുന്നു. അങ്ങനെ ഒരു ദിവസം പറയുകയാണ്, അന്നേരം കാസർഗോഡും കണ്ണൂരും ഒരുമിച്ചായിരുന്നു, ഒരേ ജില്ലയായിരുന്നു. കണ്ണൂര് ഒരു ഭഗവത്ഗീത മത്സരം, ബാലവികാസ് കുട്ടികൾക്കൊരു മത്സരം വയ്ക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്ന കുട്ടിയെ പുട്ടപ്പർത്തിക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ആഗ്രഹം വെച്ച് ബൈഹാർട്ട് പഠിക്കുകയും അതിൽ ഫസ്റ്റ് വന്ന് എനിക്ക് ഭഗവാനെ ദർശിക്കാനുള്ള അവസരം ഉണ്ടായി. കണ്ണൂർ ഉള്ള ലക്ഷ്മണൻ മാഷ്, രാജൻ മാഷ്, അവരുടെ ഒക്കെ കൂടെയായിരുന്നു ഫസ്റ്റ് ഞാൻ ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്തിയതും ഭഗവാന്റെ ആ ദിവ്യ ദർശനം നേടിയതും. പിന്നെ 1980 ബാലവികാസ് റാലിക്കാണ് ഞാൻ പുട്ടപർത്തിക്ക് പോയത്. അവിടെ എത്തിയ ഞങ്ങൾ ഒരു ഷാമിയാനയിലായിരുന്നു കുട്ടികളൊക്കെ താമസിപ്പിച്ചിരുന്നത്. പെട്ടെന്ന് അതിശക്തമായ മഴയും കാറ്റും വന്ന് ഷാമിയാന ആടി ഉലയുവാൻ തുടങ്ങി. എല്ലാ കുട്ടികളും സായിരാം സായിരാം എന്ന് ജപിക്കാൻ തുടങ്ങി. കുട്ടികളെ ഉടനെ തന്നെ പൂർണ്ണചന്ദ്ര ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി. പിറ്റേന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും സാധനങ്ങൾ ഒന്നുപോലും നഷ്ടപ്പെടാതെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. അത് തന്നെ എല്ലാവർക്കും വളരെ അത്ഭുതമായി തോന്നി. അന്നത്തെ പ്രഭാഷണത്തിൽ ഭഗവാൻ കുട്ടികളുടെ ഭക്തിയെക്കുറിച്ച്
എന്നുവെച്ചാൽ അവരൊരു വെപ്രാളമില്ലാതെ സായിറാം എന്ന് പറഞ്ഞതിനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ നല്ല കരഘോഷം ഉണ്ടായിരുന്നു. 1000 അമ്മമാരുടെ സ്നേഹം ഭഗവാനിൽ അന്ന് കാണാൻ പറ്റിയിരുന്നു. അത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും എന്തൊരാനന്ദം. പിന്നെ 1983 പ്രീ സേവാദളായി ഡ്യൂട്ടിക്ക് ഞാനും എൻ്റെ അനുജത്തിയും ഒരുമിച്ച് പോയിരുന്നു. ആ സുലഭ സന്ദർഭങ്ങളെ കുറിച്ച് ഇപ്പോഴും ഓർക്കാറുണ്ട്. ബാലവികാസ് 3rd ഗ്രൂപ്പ് പാസ്സായ ആ സർട്ടിഫിക്കറ്റ് ഭഗവാന്റെ കൈയൊപ്പോടുകൂടി ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. രാജീവന്റെയും എൻ്റെ അനുജത്തി ശ്രീവള്ളി എൻ്റെ 3 പേരുടെ അടുത്തും അത് നിധി പോലെ ഇപ്പോഴും സൂക്ഷിക്കുകയാണ്. ബാലവികാസ് 3rd ഗ്രൂപ്പ് പഠിപ്പിക്കുമ്പോൾ തന്നെ 2nd ഗ്രൂപ്പിന് ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. ബാലവികാസ് 2nd ഗ്രൂപ്പ് പുസ്തകം വളരെ എന്താ പറയാ, മൂല്യങ്ങളുടെ ഗുണപാഠങ്ങളുടെ കഥകളൊക്കെ കാണുമ്പോൾ ഇത് എഴുതിയ ആള് വത്സല എസ് മേനോൻ ഇവർ എവിടെ ആയിരിക്കും എന്ന് ചിന്തിച്ചിരുന്നു. പക്ഷെ അവരുമായി അടുത്തിടപഴകാനും അവരോടൊത്ത് ഫോട്ടോ എടുക്കാനും ഇന്നും നമ്മൾ വിളിച്ച് കാര്യങ്ങൾ പറയുവാനും ഒക്കെയുള്ള ഭാഗ്യം ഭഗവാൻ ഉണ്ടാക്കി തന്നു. പിന്നീട് കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങള് ആക്റ്റീവായി സമിതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാലും ബാലവികാസിലൂടെ തുടങ്ങിവെച്ച പ്രാർത്ഥനകളും മറ്റും അപ്പോഴും തുടർന്നിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ 5 മണി തൊട്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ തുടങ്ങിയിരുന്നത്. 6 മണി വരെ ചെയ്ത് ആ സമയം ബാലവികാസിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ 6 മണിക്ക് അവിടെ പോയി ഒപ്പിടും, ഇന്ന് ഞാൻ പ്രാർത്ഥന ചെയ്തു. ആ കൃത്യനിഷ്ഠയോടുകൂടി പ്രാർത്ഥനകൾ ഇന്നും ചെയ്തു വരുന്നു. പിന്നെ എൻ്റെ 2 മക്കളും ബാലവികാസിലൂടെ പഠിച്ചു വന്നവരാണ്. പക്ഷെ 3rd ഗ്രൂപ്പ് എഴുതാൻ പഠനത്തിനിടയിൽ അവര് സാധിച്ചിരുന്നില്ല. പക്ഷെ അനുജത്തിയുടെ മകള് 3rd ഗ്രൂപ്പും പാസ്സായിട്ടുണ്ട്. എന്നാൽ 2007 ഭഗവാന്റെ തിരുമുൻപിൽ ഭജന പാടാൻ എൻ്റെ മകൾക്ക് ഓണത്തിനും വിഷുവിനും ആ ഗ്രൂപ്പിൽ പാടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഓരോ നിമിഷവും അനുഭവങ്ങൾ തന്നെയാണ്. ഭഗവാൻ പല രീതിയിൽ ദർശനം തരാറുണ്ട്. ഒരു ദിവസം സന്ധ്യക്ക് തുളസിത്തറയിൽ ദീപം കൊളുത്തി തിരിച്ചു വന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ കുൽവന്ത് ഹാളിൽ ഭഗവാൻ ദർശനം നൽകുന്ന രംഗം ആ തിരിനാളത്തിൽ തെളിഞ്ഞു കണ്ടിരുന്നു. ഉടനെ ആ കാര്യം ഞാൻ പ്രേംസായിയുടെ അമ്മ ശോഭേച്ചിയെ വിളിച്ചു പറഞ്ഞിരുന്നു. പിന്നെ ഒരു ദിവസം നീല ശംഖുപുഷ്പത്തിൽ അതേ നിറത്തിലുള്ള അങ്കി അണിഞ്ഞ് ഭഗവാനെ കണ്ടിരുന്നു. ആ ഫോട്ടോ ചൈതന്യ ജ്യോതിയിൽ കണ്ടപ്പോൾ എനിക്ക് ക്ലിയറായി. ഭഗവാൻ എൻ്റെ ആ സംശയം തീർത്തു തന്നു. അവിടെയുള്ള സേവാദളോട് ഞാൻ ചോദിച്ചു, ഇതാരാണ്? അപ്പോൾ പറഞ്ഞു, കുഷ്മന്തി എന്ന ദേവിയാണ് ഭഗവാനായിട്ടുള്ളത്. ആ ഫോട്ടോയിൽ പേരും ഞാൻ കണ്ടു. 1994 ഒരാവശ്യത്തിനു വേണ്ടി ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോവുകയായിരുന്നു. ഫറോക്കിൽ എത്തിയപ്പോൾ അറിഞ്ഞു കോഴിക്കോട് ഹർത്താലാണ്, ഇവിടെ ഇറങ്ങി എങ്ങനെയെങ്കിലും പോകണമെന്ന്. അവിടെ ഇറങ്ങി, ഒരു വാഹനവുമില്ല, നടക്കുവാൻ തുടങ്ങി. കുറച്ച് നടന്നപ്പോൾ ഒരു കാറ് വന്ന് അരികെ നിർത്തി. എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു. ആ വഴിക്കാണ് ഞാൻ പോകുന്നത്, കയറിക്കോളൂ എന്ന് പറഞ്ഞ് ഞാനും ഭർത്താവും മകൻ വളരെ കൊച്ചു കുഞ്ഞ് എൻ്റെ അച്ഛനും എല്ലാവരെയും കയറ്റി. അവിടെ യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റിൻ്റെ അടുത്ത് ഞങ്ങളെ കൊണ്ടിറക്കി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാൻ ഒരു അഡ്രസ് തന്നു. പക്ഷേ ആ നമ്പറിൽ വിളിച്ചിട്ട് ആരെയും കിട്ടിയിരുന്നില്ല. ഭഗവാനല്ലാതെ പിന്നെ ആരാണത്? മകളെ കോളേജിൽ ചേർക്കാൻ പോകുമ്പോൾ കുറെ പേപ്പേഴ്സ് ധൃതിയിൽ മംഗലാപുരത്ത് നിന്നും ശരിയാക്കാനുണ്ടായിരുന്നു. എവിടെ പോകണമെന്ന് നോക്കിയിരിക്കുമ്പോൾ ഒരു ഷോപ്പ് കണ്ടു. അവിടെ അന്വേഷിക്കുമ്പോൾ അഡ്മിഷന്റെ കാര്യങ്ങളല്ലേ, ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ആ കടയിൽ ഒരാൾ ഷിർഡി ഭഗവാന്റെ ഫോട്ടോയിൽ ആരതി എടുക്കുന്നുണ്ടായിരുന്നു. ആരതി തൊഴാൻ ഞങ്ങൾക്ക് തന്നു.
പ്രസാദമായി ഒരു മുറി തേങ്ങയും അതിൽ കുങ്കുമവും ഇട്ട് തന്ന് അത് ഭഗവാന്റെ അനുഗ്രഹത്തിനായി എന്ന് സൂക്ഷിക്കാൻ പറഞ്ഞ് മകൾക്ക് കൊടുത്തു. അവൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കൂടുതൽ സന്തോഷപ്പെടുത്തിയത് അവിടുത്തെ ഹോസ്റ്റലിൽ പക്ക വെജായിരുന്നു ഭക്ഷണം. അത് തന്നെ വലിയ അനുഗ്രഹമായി നമ്മൾക്ക് തോന്നി. അധ്യാപികയായിരുന്ന എനിക്ക് സ്കൂളുകളിൽ ഭഗവാന്റെ മൂല്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാൻ ബാലവികാസിലൂടെ പഠിച്ച കുറെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ രഥയാത്രയ്ക്ക് തൊട്ട് മുൻപത്തെ വ്യാഴാഴ്ച സമിതിയിൽ ഭഗവാൻ സിംഹാസനത്തിൽ വന്നിരുന്ന് അഭയഹസ്തങ്ങൾ അനുഗ്രഹിക്കുന്ന ഒരു സ്വപ്നം ഞാൻ കണ്ടിരുന്നു. ശനിയാഴ്ച സമിതിയിൽ ചെന്നപ്പോൾ അറിഞ്ഞു ഭഗവാന്റെ അങ്കിയിൽ വിഭൂതി ഉണ്ടായിരുന്നു എന്ന്. കഴുകാനെടുത്ത ആ അങ്കിയുടെ സുഗന്ധം ഞങ്ങളൊക്കെ അനുഭവിച്ചിരുന്നു. സകല ചരാചരങ്ങളിലും ഭഗവാൻ നിറഞ്ഞിരിക്കുന്നു എന്ന ഉത്തമ ബോധ്യത്തോടെ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. കാസർഗോഡ് ജില്ലയുടെ സ്പിരിച്വൽ കോർഡിനേറ്ററായി ഭഗവാൻ ഇന്നും എന്നെ ആ പാതയിൽ നടത്തുന്നുണ്ട്. സായിറാം സായിറാം. ഗായത്രി വളരെ വളരെ സന്തോഷപ്രദമായ എനിക്ക് കുറെ വർഷങ്ങളായിട്ട് ഗായത്രി കാലം കൊണ്ട് കൊച്ചിലേ തൊട്ട് അറിയാം. അതെ, ഞാൻ ഗായത്രി ടീച്ചറെ എന്ന് പറയും. വിളിക്കുമ്പോ എന്നെ ടീച്ചറെ എന്ന് വിളിക്കണ്ട, ഞാൻ നിങ്ങളെ സമയത്ത് കുട്ടിയല്ലേ എന്ന് പറഞ്ഞിരുന്നു. നന്നായി. ഇനി സ്വാമിയുടെ പ്രസന്റേഷൻ. శాంతి ఎక్కడ ఉంది? వేర్ ఇస్ పీస్? భౌతికంగా చూస్తే శాంతి గాఢ నిద్రలో మనకు శాంతి లభిస్తుండాలి. You will have peace. You are in peace, in deep sleep. ఇంకా రెండవది ఏదంటో సంకల్పరహితులైనప్పుడు శాంతిని పొందుతున్నాయి. When the thought process is withdrawn, you will be peaceful. కానీ సంకల్పం అంత త్వరగా మనకు అరికట్టుకోవడానికి వీలు కాదు. It's not possible to control your thoughts. కనుకనే So మనము సాధ్యమైనంత వరకు దినములకు 1 గంట అయినా కూడా మౌనాన్ని వహించాలి. Therefore, to the extent possible, you should observe silence for an hour. మాట్లాడి బ్రెయిన్లో ఉన్న నరముంతా బలహీనమైపోతాయి. By talking too much, even the nerves in the brain, they become weak. ఆ టాక్ లోపల పవిత్రమైన టాక్గా ఉంటే నీకు మరింత బ్యాటరీ ఛార్జ్ అవుతుంటుంది. On the other hand, if our talk is highly sacred, it amounts to recharging your battery. పరనిందలు కానీ, పరదూషణ కానీ, పరచట్టలు కానీ మనం పలుకులుతూ ఉంటుంటే మన జీవితం మరింత అధోగతి పారైపోతుంది. The scandals and rumors and the criticism, the vain talk will make you weak. కనుక ఈనాటి యువకులంతా మాటలు మొట్టమొదటి తగ్గించుకోవాలి. Youngsters today should talk less. అందులో ఉన్నటువంటి మాధుర్యం ఎంతో మీరు అనుభవించగలరు. You can experience the sweetness in talking less. ఎక్కడైనా సమాజం కూడా చూస్తే ఆ పిల్లవాడు చాలా మంచివాడు, ఎవరితోనో మాట్లాడు, చాలా క్వైట్గా ఉంటాడు అని సత్కీర్తనలో పొందుతాడు. In society you will get a good name because they will say, here is a boy who is so silent. నేర్చుకున్నటువంటి వాడుగా ఉంటే నిరంతరం కూడా వడవడవడ వాగుతుంటారు. There are people who talk continuously, non-stop. అలాంటి వారిని చూస్తే కొంతమంది సమాజంలో కూడా వస్తున్నారా ఈ వాయాడి అని వెళ్ళిపోతుంటారు. Then people will try to run away from you because you talk non-stop. People say that you're a big bore. ఈ బోర్గా ఉండేటువంటి వాడు వస్తున్నాడు అని తప్పించుకుని పోతారు. They will say, here is a boring person, why should I be here? They will avoid you. కనుక నిన్ను తప్పించుకోవడమే కాకుండా నీకు ఒక చెడ్డ పేరు కూడా వస్తుంది. You will also get a bad name too. మిత భాష అతిహాయి. The limited talk will make అతి భాష మతిహాని. By talking too much, you become mad. സായിരാം. എനിക്ക് ഗായത്രി ഒരു ഭജന പാടിക്കോളൂ. സായിരാം സർ, സായിരാം. दर्श दिखाओ मेरे साई नंद लाला, दर्श दिखाओ मेरे साई नंद लाला,
दया करो मुझे कृष्ण गोपाला, दया करो मुझे साई गोपाला, दर्श दिखाओ मेरे साई नंद लाला, देवकी नंदन दीन दयाला, देवकी नंदन दीन दयाला, मथुरा नाथा मदन गोपाला, मथुरा नाथा मदन गोपाला, साई नारायण सदा कृपाला, साई नारायण सदा कृपाला, दया करो मुझे कृष्ण गोपाला, दया करो मुझे साई गोपाला, दर्श दिखाओ मेरे साई नंद लाला, दया करो मुझे कृष्ण गोपाला, दया करो मुझे साई गोपाला, दर्श दिखाओ मेरे साई नंद लाला, देवकी नंदन दीन दयाला, मथुरा नाथा मदन गोपाला, साई नारायण सदा कृपाला, दया करो मुझे कृष्ण गोपाला, दया करो मुझे साई गोपाला, दर्श दिखाओ मेरे साई नंद लाला. ഗായത്രി ഒരു ഭജന കൂടെ പാടിക്കോളൂ, സമയമുണ്ട്. ശ്രീ ഗോപാല ഗോകുല ബാല, ശ്രീ ഗോപാല ഗോകുല ബാല, തുളസി മാല സായി ഗോപാല, തുളസി മാല സായി ഗോപാല, ശ്രീ ഗോപാല ഗോകുല ബാല, രാധാ വല്ലഭ രാസവിലോല, രാധാ വല്ലഭ രാസവിലോല, തുളസി മാല സായി ഗോപാല, തുളസി മാല സായി ഗോപാല, ശ്രീ ഗോപാല ഗോകുല ബാല, തുളസി മാല സായി ഗോപാല, ശ്രീ ഗോപാല ഗോകുല ബാല, രാധാ വല്ലഭ രാസവിലോല, തുളസി മാല സായി ഗോപാല, തുളസി മാല സായി ഗോപാല, ശ്രീ ഗോപാല ഗോകുല ബാല. സായിരാം. മനോഹരമായിട്ട് പാടി ഗായത്രി. താങ്ക് യു സോ മച്ച്. സായിരാം. സായി ഉപമ, ആത്മീയ ജീവിതത്തിൽ മനഃശാന്തിയും ആന്തരികമായ ആനന്ദവും ജയവും തോൽവിയുമെല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിന് മറ്റൊരാളെ കുറ്റം പറയുന്നത് ശരിയല്ല. വിറക് ഇട്ടുകൊടുത്താലേ തീ കത്തുകയുള്ളൂ.
ഇടാതെ ഇരുന്നാൽ തീ അണഞ്ഞു പോകും. അതുപോലെ ഇന്ദ്രിയങ്ങളാകുന്ന തീയിലേക്ക് കത്തുവാനായിട്ട് വേണ്ടത് നൽകാതിരിക്കുക. ജയ സായിരാം. മാഷെ ശാന്തിമന്ത്രം. ഓക്കെ. സായിരാം. ഗായത്രി ടീച്ചർക്കും കുടുംബത്തിനും ഭഗവാന്റെ കൃപ വീണ്ടും വീണ്ടും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സായിരാം.